ആശിച്ചു ഞാൻ തോരാത്തൊരേ പൂമാരിയിൽ മൂടത്തെ മഴത്തുള്ളികൾ പൊഴിച്ചിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ വന്ന നാൾ കാറ്റാലെ എന്തെല്ലാം സുഖമല്ലേ? കുറച്ചധികം ദിവസമായിട്ട് കോളേജ് ലീവാണ്, നമുക്ക് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഞാൻ നാട്ടിലേനും ഉണ്ടായേ. നാട്ടിലൊന്നും പോയി വന്നൊന്നും ഞാൻ ഇട്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല, വീഡിയോസും കാര്യങ്ങളൊന്നും. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. ആ ദിവസം എത്തിയപ്പോൾ തന്നെ ഉള്ള പരിപാടികളും കാര്യങ്ങളല്ലാന്ന്. എത്തിയപ്പോൾ തന്നെ റൂം നല്ല അലങ്കോലായിട്ട് നല്ല അവസ്ഥയിലേനും കിടക്കുന്നുണ്ടായേ. ഫുള്ള് സ്മെല്ലും പിന്നെ റൂമിലെ വേസ്റ്റും പൊടിയും കാരണം ഉള്ളിൽ കയറാനേ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച്, ഇന്നാണ് ആ ദിവസം എന്ന് വിചാരിച്ച് ക്ലീൻ ചെയ്ത് ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച്. അതുകൊണ്ട് ഫുൾ ക്ലീനിങ് ചെയ്യാനും വന്നപ്പോൾ തന്നെ കിടക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. റൂമിലെല്ലാം ഫുൾ മുടിയും കാര്യങ്ങളായിട്ട് ഒട്ടും വൃത്തി ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫുൾ ടേബിളും കാര്യങ്ങളിലും ഞാൻ ആദ്യം പുറത്തുകൊണ്ട് വെച്ച്. അപ്പോൾ ഞാനും എൻ്റെ റൂംമേറ്റും കുറച്ചധികം കഷ്ടപ്പെട്ട് നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സാധാരണയുള്ള പോലെയല്ല, ഇന്ന് നല്ലപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവൾ അകത്തുള്ള വേസ്റ്റും കാര്യങ്ങളും അടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വെച്ച്. ബാത്റൂമിൽ ഞാൻ സോപ്പ് പൊടി ഇട്ടിട്ടാണ് നമ്മൾ നോർമലി കഴുകാറ്. സോപ്പ് പൊടി പിന്നെ എന്തെങ്കിലും ഡിറ്റർജൻറ്റ് പോർന്നിട്ടാണ് കഴുകാറ്. നല്ല പോലെ വൃത്തി വരുത്തുന്നുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്ത് ടേബിളെല്ലാം പുറത്തുകൊണ്ട് ഇടാൻ വിചാരിച്ച്. റൂം ഫുള്ള് ഫ്ലോറെല്ലാം ഒന്ന് മോപ്പ് ചെയ്യാൻ വിചാരിച്ച്. നമ്മൾ നോർമലി മോപ്പ് യൂസ് ചെയ്യാറില്ല, എന്തെങ്കിലും തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നിലം തുടക്കാറ്. അപ്പോൾ അടിച്ച് വാരൽ കുറച്ചധികം നേരം എടുത്തിനേനു, അത്രയും വേസ്റ്റും കാര്യങ്ങളും ഉണ്ടേനു. അപ്പോൾ നമ്മൾ അടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ബെഡും ടേബിളും കാര്യങ്ങളെല്ലാം മാറ്റി ഇടുന്നുണ്ട്. നമ്മൾ പൊസിഷൻസും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി വെക്കാൻ വിചാരിച്ച്. നല്ല പാട്ടെല്ലാം കേട്ടിട്ടാണ് അടിച്ച് വരുന്നത്. അപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ പുറത്തുകൊണ്ടേ വെച്ചിട്ടുണ്ടായിനേനും. പ്ലേറ്റും സാധനങ്ങളെല്ലാം നിലത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു റൂമിൽ. ആഴ്ചക്ക് 2-3 ദിവസം അക്ക ക്ലീൻ ചെയ്യാൻ റൂം വരുത്തുന്നുണ്ട്. എന്നാലും നമ്മൾ 2 ആഴ്ച ഒരാഴ്ചയെല്ലാം കൂടുമ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യലുണ്ട്. പക്ഷെ എന്നാലും വൃത്തിയോടാവും, പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിനേനു. അപ്പോൾ പാട്ടെല്ലാം കേട്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നുണ്ടായി. ഇത് കണ്ടില്ലേ, നമ്മൾ എന്തെങ്കിലും നല്ല തുണീൻ്റെ അകത്ത് എന്തെങ്കിലും ലിക്വിഡ് അങ്ങനത്തെ പോർന്നിട്ടാണ് ഫുള്ള് ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടുണ്ടായ. ബാത്റൂമും അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ആഫ്റ്റർ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് മണിക്കൂറുകളുടെ കഷ്ടപ്പാട് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ റൂം ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് ടേബിളിൻ്റെ പൊസിഷൻസൊക്കെ ആദ്യം എങ്ങനെ ഉണ്ടായ ഫസ്റ്റ് റൂമിൻ്റെ അവസ്ഥ ഇതേനും ഫുൾ ക്ലീൻ ചെയ്തിട്ടുള്ള അവസാനമുള്ള റിസൾട്ടാണ് ഇത്. ഇങ്ങനെയാക്കി മാറ്റി ഞാൻ കിടക്കുന്ന ബെഡ് വിൻഡോൻ്റെ സൈഡിലും എൻ്റെ റൂംമേറ്റിൻ്റെ ബെഡ് തൊട്ടിപ്പുറം ഞാൻ ആദ്യം കിടന്നുണ്ടായ സൈഡിലും മാറ്റി നമ്മൾ. പിന്നെ ആ ടേബിളിലെ പൊസിഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ടായിന്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കണമല്ലോ, കാരണം റൂം മാത്രം വൃത്തിയാക്കിയാൽ പോരല്ലോ, സ്വയം വൃത്തിയാവണമല്ലോ. അപ്പോൾ ഇന്ന് നല്ലപോലെ കുളിക്കാമെന്ന് വിചാരിച്ച്. എനിക്കിത് പ്രൊമോഷനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രിലാറിൻ്റെ ഹെയർ ഓയിൽ ഷോർട്ട്സ്. ഇത് റോസ്മേരിൻ്റെയാണ്. ഞാൻ ഇത് ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഇത് ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഹെയറിൽ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യലുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് ബേബി ഹെയർസും നന്നായിട്ട് ഗ്രോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാലും ഞാൻ നോർമൽ ഹെയർ ഓയിലും തേക്കലുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കാച്ചിയ എണ്ണയാണ് തലയിൽ തേക്കൽ. പക്ഷെ എൻ്റെ കാച്ചിയ എണ്ണ ചീത്തയായിപ്പോയി, അതുകൊണ്ട് ഞാൻ നോർമൽ പാരച്യൂട്ടിൻ്റെ എണ്ണ ഇപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേളപ്പിൻ്റെ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് യൂസ് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള 2-3 പ്രോഡക്റ്റിൻ്റെ വീഡിയോസൊക്കെ എടുക്കാണ്ടേനു. അപ്പോൾ ഞാൻ ഈ ഹെയർ ഓയിൽ ഷോർട്ട്സ് അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ കോക്കനട്ട് ഓയിൽ ഞാൻ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ കേളി ഹെയർ റൂട്ടീന് ചെയ്യുന്നതിന് മുന്നേ നല്ല പോലെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യും. നല്ല പോലെ ഞാൻ അപ്ലൈ ചെയ്യലുണ്ട്. ഹെയറിൽ നമ്മൾ ചെറുപ്പത്തിലുള്ള അമ്മമാരെല്ലാം വെളിച്ചെണ്ണ വെച്ച് തരില്ലേ, അതുപോലെ ഞാൻ അപ്ലൈ ചെയ്യും. കാരണം വീക്ക്ലി 2-3 ടൈംസേ ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ നല്ലപോലെ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യലുള്ളൂ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഹെയർ ഓയിലെല്ലാം അപ്ലൈ ചെയ്ത് ഞാൻ മുടി ഇങ്ങനെ ടൈ ചെയ്ത് വെക്കും. കാരണം കേളി ഹെയർ ഗേളീസിനറിയാം അത്രയും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കേളി ഹെയർ കെയർ ചെയ്യാന്ന് പറയുന്നതും നമ്മൾ വാഷ് ചെയ്യുന്ന ആയിക്കോട്ടെ അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ +2 ഒക്കെ കഴിഞ്ഞേരാന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
കേളി ഹെയർ കോംബ് ചെയ്യാൻ പാടില്ല എന്ന് അറിയുന്നത് തന്നെ. അങ്ങനെയാണ് ഞാൻ ഈ കേളി ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. ആദ്യം എനിക്ക് ഒട്ടും അറിയുന്നുണ്ടാവില്ല എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഹെയർ കെയർ ചെയ്യണമെന്നൊന്നും. ഇപ്പോഴാണ് കുറച്ച് പഠിച്ചു വന്നത്. അങ്ങനെ ഞാൻ ഹെയർ വാഷ് ചെയ്ത് ഫസ്റ്റ് ഞാൻ ഷാമ്പു അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഹെയറിൻ്റെ ചെട കളയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടീഷണർ ഹെയറിൽ എല്ലാ സ്ട്രാൻഡ്സിലും അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ സ്ക്രഞ്ച് ചെയ്യും. അതുമാത്രമല്ല, മെയിനായിട്ട് സ്ക്രഞ്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് ഹെയറിലെ ജട കളയാം. നല്ലപോലെ ഹെയറിലെ ജട കളയാം. ശേഷമാണ് കേളി ഹെയറിൻ്റെ കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നല്ലപോലെ സ്ക്രഞ്ച് ചെയ്തിട്ട് ഒരു 5-10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നനഞ്ഞ മുടി എന്ന് പറഞ്ഞാൽ അത്രയും നനഞ്ഞ മുടിയായിരിക്കണം. എനിക്ക് ഒന്നാമത് നനഞ്ഞ മുടി ഇങ്ങനെ മേത്തിങ്ങനെ തട്ടുന്ന ഇഷ്ടമല്ല. എനിക്കിങ്ങനെ എന്തോ ആവും. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, നമുക്ക് നമ്മുടെ ഈ ഒരു കാര്യമെല്ലാം നനഞ്ഞ മുടിയിലാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ജെല്ലും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഹെയർ സ്റ്റൈൽ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് സ്ക്രഞ്ച് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നനഞ്ഞ മുടി നമുക്ക് ഡ്രൈ ആകുന്ന പോലെ തോന്നുകയാണെങ്കിൽ ഞാൻ ഒരു സ്പ്രേ ബോട്ടിലിൽ നോർമൽ വെള്ളം എടുത്തിട്ട് ഹെയറിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് കേൾ ഡിഫൈനിങ് ക്രീം എടുത്തിട്ട് ഹെയറിൽ എല്ലാ പാർട്ടിലും നന്നായിട്ട് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കും. അതിനിടയിൽ ഇങ്ങനെ കുറച്ച് മുടി ഇങ്ങനെ ഉരി വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കേളി ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പും കണ്ടീഷണറിൽ അപ്ലൈ ചെയ്ത് ജട കളയുമ്പോഴാണ് മെയിനായിട്ട് നമ്മുടെ മുടി കൊഴിയലല്ല സത്യം പറഞ്ഞാൽ. അത് നമ്മൾ മുടി ചീവുന്നില്ലല്ലോ. അപ്പോൾ ചീവാത്തതുകൊണ്ട് തന്നെ ചീവാത്ത മുടി ഉണ്ടാവുമല്ലോ, കൊഴിഞ്ഞു പോയ മുടി. അപ്പോഴാണ് നമുക്ക് ഒപ്പരെങ്ങനെ കാണുമ്പോൾ പേടിയാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മുടി കൊഴിയുന്നുണ്ടോ എന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ അത്രയും മുടി കൊഴിയുന്നതല്ല. ഓക്കെ, ഞാൻ കേളി ഹെയർ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഡിഫ്യൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു 5-6 മാസമായിട്ടാളും ഡിഫ്യൂസർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല ചേഞ്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡിഫ്യൂസർ നോക്കുകയാണെങ്കിൽ ഈ അഗാരോൻ്റെ ഈ ഒരു ഡിഫ്യൂസർ ഉണ്ടല്ലോ, അത്രയും വർത്ത് ബൈയിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെയർ ഡ്രയർ ഉണ്ടല്ലോ അഗാരോൻ്റെ, ഇത് സെറ്റ് സാധനമാട്ടോ. ഞാൻ മേടിച്ചിട്ട് 5-6 മാസമായി. പക്ഷേങ്കിൽ ഇതിൻ്റെ ഈ 2 അറ്റാച്ച്മെൻറ്റ്സും കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ടേ. എനിക്ക് പിന്നെ മെയിനായിട്ട് കേളി ഹെയർ ഡിഫ്യൂസ് ചെയ്യാനും ഡ്രൈ ആക്കാനുള്ളതായതുകൊണ്ട് എനിക്കിത് മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ സ്ട്രൈറ്റൺ ചെയ്യുമ്പോൾ ഇതിന് 1-2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നമുക്കില്ലേ അത്രയും കേളി ഹെയറിന് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. കാരണം നമുക്ക് കുളിച്ചിട്ട് പെട്ടെന്ന് മുടി ഉണങ്ങുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഡ്രൈ ആവും. പിന്നെ എന്താ വെച്ചാൽ മുടി അങ്ങനെ ഡാമേജ് ആവും, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. കാരണം ഇതിൽ ഹീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. ഹീറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കാറ്റ് മാത്രം വരുന്ന, തണുത്ത കാറ്റ് മാത്രം വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട് കേട്ടോ. കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല ഈ സംഭവം. അപ്പോൾ നമുക്ക് എൻ്റെ ഹെയർ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്ററുള്ള റിസൾട്ട് കാണാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. എന്തോ പറയാൻ വന്നതിന് മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ പുറത്ത് പോകുമ്പോഴാണ് മുടി നന്നായിട്ട് ഡ്രൈ ആക്കലുള്ളൂ. അല്ലാത്തപ്പോൾ ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഡിഫ്യൂസർ യൂസ് ചെയ്യലുള്ളൂ. ഇതിപ്പോൾ എൻ്റെ മുടി മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല. മുഴുവനായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചുകൂടി ബൗൺസി ആയിട്ട് കിടക്കും. ഞാൻ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റൈലിങ്ങും കാര്യങ്ങളും ചെയ്യാൻ നല്ല ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ എന്നെപ്പോലെ മടിച്ചായിട്ടുള്ള ആൾക്കാരെല്ലാണെങ്കിൽ സ്റ്റൈൽ ചെയ്യാത്തതാണ് നല്ലത്. അത്രയും ടൈം എടുക്കും. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂഡ് വരുമ്പോഴാണ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാറുള്ളൂ. ഇതെൻ്റെ നാച്ചുറൽ കേൾസാണ്. പിന്നെ ഈ ഹെയർ ഡ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് മടിയായി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഡിഫ്യൂസറിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഊരി വെച്ചിട്ട് ഞാൻ വെറുതെ ഡ്രൈ ആക്കും. അതിനിടയിൽ ഇങ്ങനെ പാട്ടും കാര്യങ്ങളും പാടും കേട്ടോ. അപ്പോൾ പിന്നെ വേറെ കാര്യം, കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്കാണ് സെം എക്സാമും കാര്യങ്ങളും സ്റ്റാർട്ടാവുന്നത്. 4th സെമ്മിൻ്റെ എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് സ്റ്റഡി ലീവാണ്. സ്റ്റഡി ലീവ് തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ 2 ആഴ്ചൻ്റെ മുകളിലായി. ഞാനിപ്പോൾ കറൻ്റ്ലി ബാംഗ്ലൂരിലാണുള്ളത്. ഞാൻ അങ്ങനെ കേളപ്പിൻ്റെ പ്രോഡക്റ്റ് വാങ്ങി ഗൈസ്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹം കേളപ്പിൻ്റെ പ്രോഡക്റ്റ് ട്രൈ ചെയ്യണമെന്ന്. കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ഇത് മേടിക്കാണ്ടുന്നത്.
കേളി ഹെയർ പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടായ, അതുകൊണ്ട് തന്നെ ഇത് തന്നെ മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ മേടിച്ചത് കോംബോ ആയിട്ടുള്ള ഇന്നാട്ടോ, കേളി ഹെയർ കണ്ടീഷണറും ഷാമ്പുവും പിന്നെ കേൾ ഡിഫൈനിങ് ക്രീമും. ഞാൻ ജെല്ല് മേടിച്ചിട്ടുണ്ടായില്ല, ജെല്ല് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ജെല്ല് അധികം യൂസ് ചെയ്യലില്ല, സ്റ്റൈലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ജെല്ല് യൂസ് ചെയ്യലുള്ളൂ. ഇല്ലാത്തപ്പോൾ ഞാൻ ജെല്ല് യൂസ് ചെയ്യില്ല. കാരണം അരാട്ടേൻ്റെ ജെല്ല് ഞാൻ യൂസ് ചെയ്യലുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്താ വെച്ചാൽ അരാട്ടേൻ്റെ ജെല്ല് കുറച്ച് സ്റ്റിക്കിയാണ്, ഭയങ്കര ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ജെല്ല് അധികം യൂസ് ചെയ്യാത്തത്. ഇതിൻ്റെ ജെല്ല് ഞാനത് മേടിച്ച് നോക്കണം എങ്ങനെയുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇത് ബെസ്റ്റ്. കാരണം ആരാട്ടന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെയർ പാറിക്കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും, കുറച്ചുകൂടി ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യാറുണ്ട്. നല്ല പ്രോഡക്റ്റ്, ആ ഒരു പൈസക്ക് നല്ല വേർത്തായിട്ടുള്ള പ്രോഡക്റ്റ്. പക്ഷെ ഇത് കുറച്ചുകൂടി നമ്മുടെ ഹെയർ കുറച്ചുകൂടി ഷൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഹെയർ സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേളി ഹെയർ മെത്തേഡെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ. ഇനി മിക്കവാറും ഞാൻ ഇത് തന്നെയായിരിക്കും കേട്ടോ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കേളി ഹെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. റൂട്ടീൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചില ആൾക്കാർ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു റൂട്ടീനാണ് ഇത്. അങ്ങനെ എൻ്റെ സ്കിൻ കെയറിലോട്ട് കിടക്കുക. സ്കിൻ കെയർ എന്ന് പറയാനും മാത്രമൊന്നുമില്ല കേട്ടോ. എനിക്ക് ലിപ് ബാം ഇടാം. ഈ ഒരു ലിപ് ബാം ഉണ്ടല്ലോ എനിക്ക് പ്രമോഷനായിട്ട് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ, വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ ഇനിയും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അവരുടെ സോളിഡ് പെർഫ്യൂംസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല മണം കേട്ടോ, എടുക്കണം. ഈ ലിപ് ബാമിന് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇത് PH ലിപ് ബാമാണ്. ഇതിൽ SPF 30 ഒക്കെ ഉണ്ടെന്ന് പറയും. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ലിപ് ബാം സത്യം പറഞ്ഞാൽ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നമ്മൾ പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഒരു കളറ് മാറുന്ന ഒരു ലിപ് ബാം ഉണ്ടായിരുന്നു പണ്ട്. 30 രൂപക്കെല്ലാം കടയിൽ കിട്ടുന്ന അതായിട്ട് നല്ല സമയം തോന്നി. പക്ഷെ ഉണ്ടാവില്ല ക്യാൻഡി. അയ്യോ അതിൻ്റെ ടേസ്റ്റ് കണ്ട കളറ് മാറിയ ഈ കൊതുകിനെ കൊണ്ട്. ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ കുറേ നേരം എന്ന് പറഞ്ഞാൽ രാത്രി ആകുന്ന ആ ചുണ്ടിൽ ആ ഒരു പിങ്ക് കളർ പോകുന്നേ ഉണ്ടായിട്ടില്ല, അത്രയും ടിൻറ്റ് ടൈം. മോയ്സ്ചറൈസർ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. എന്താ വെച്ചാൽ ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്മെല്ലാണ്, അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യലില്ല. എപ്പോഴെങ്കിലും വീഡിയോയിൽ എടുക്കുമ്പോൾ യൂസ് ചെയ്യും. ഇതിനിപ്പോൾ നാട്ടിൽ പോയി എൻ്റെ അനിയത്തി കൊടുക്കണം. എന്താണെന്നറിയില്ല, അക്വലോജിക്കൻ്റെ സൺസ്ക്രീനും കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ എന്നെ നന്നായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആക്കി. കാരണം ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു പപ്പായൻ്റെ ആ ഒരു കുത്തലുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടുമില്ല. പിന്നെ ഞാൻ കളയാനും തോന്നിയിട്ടില്ല, എനിക്ക് അങ്ങനെ കളയുന്ന ഇഷ്ടമല്ല. ഞാൻ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അലമാരിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു. അങ്ങനെ സ്കിൻ കെയറും അടിച്ചുവാരലും റൂം വൃത്തിയാക്കെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞ് അപ്പോഴേക്ക് ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈദിൻ്റെ ദിവസമായിരുന്നു. ആ ഒരു ദിവസം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ PGയിൽ മുട്ട ബിരിയാണിയും പായസം അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് PGയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇങ്ങനെ ബിരിയാണി മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും കേട്ടോ. അതുകൊണ്ട് ഇന്ന് നല്ല ഫുഡേനും. മുട്ട ബിരിയാണി എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡെല്ലാം ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സിനിമയോ സീരീസ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ഞാനിങ്ങനെ ഫുഡ് കഴിക്കുക. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പായസം കൂടി ഉള്ളതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു. വീട്ടിലാണെങ്കിൽ പായസം എല്ലാം വെച്ച് കഴിഞ്ഞാൽ തൊടൂല, ഞാൻ കുടിക്കൂല, ഒട്ടും ഞാൻ കുടിക്കൂല പായസം വെച്ച് കഴിഞ്ഞാൽ. ഇന്ന് ഈ ഒരു ദിവസം എന്തോ എനിക്ക് പായസം കിട്ടിയാലും ഭയങ്കര എനിക്കെന്തോ ടേസ്റ്റ് തോന്നി. വീട്ടിലൊന്നും വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ കഴിക്കൂല. പായസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, എന്താ അറിയില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അത്രയൊക്കെ തന്നെ. ഞാൻ ഈ ഒരു ദിവസം ഇത്രയും വീഡിയോ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായാലും റൂമെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ നല്ല ടയർഡായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡെല്ലാം കഴിച്ച് നല്ല ഉറക്കം ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഗൈസ്, ബൈ.